ടൂറിസ്റ്റ് വില്ലേജിൽ 20 രൂപ ടിക്കറ്റ് ആയിരുന്നു. ചിൽഡ്രൻസിന് വരുമ്പോൾ 5 രൂപയാണ്. കാനായ കുഞ്ഞിരാമൻ നിർമ്മിച്ച പല ശില്പങ്ങളും ലേഡീനെ പുല്ലിലെ ആ ഒരു ഷേപ്പില് നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഈ പ്രത്യേക ഫീലാണ് കേട്ടോ. ഈ കായലിൽ നമ്മൾ ട്രെയിനിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഏരിയ കവർ ചെയ്യുന്നത് പോലെ തന്നെ അവരോട്ടില്ല എന്നാണ് ഇതിന്റെ പേര്. മിനിയേച്ചർ ട്രെയിനാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. ചെറിയൊരു ആട്ടം ഉണ്ടാവും. ഈ PT-32 ദീപക് എന്ന് പറയുന്ന എയർക്രാഫ്റ്റ്. കടലും കായലും ഒന്നിച്ച് ചേർന്ന ആ ഒരു വെള്ളമുള്ള ഒരു സമയത്ത് ഈ പറയുന്ന സെപ്പറേഷൻ, കടലും കായലും തമ്മിലുള്ള ഈ സെപ്പറേഷൻ കാണാൻ പറ്റത്തില്ലാത്ത പോലെ വെള്ളം കവർ ചെയ്തിരിക്കുമായിരുന്നു. നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത് വേളി ടൂറിസ്റ്റ് വില്ലേജിലാണ്. അപ്പൊ ഇവിടെ കുറെ അധികം കാര്യങ്ങൾ കാണാനുണ്ടെന്നാണ് കേട്ടത്. നമ്മൾ ഇവിടെ എൻട്രൻസിൽ നിന്ന് എൻട്രി ടിക്കറ്റും എടുത്തിട്ട് നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറുവാണ്. നമുക്ക് ടിക്കറ്റ് ഫെയർ വന്നത് അഡൽസിന് 20 രൂപ ടിക്കറ്റ് ആയിരുന്നു. ചിൽഡ്രൻസിന് വരുമ്പോൾ 5 രൂപയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേര് 20 റുപ്പീസിന് 2 ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് കയറി. ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ നല്ലൊരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആണ്. എല്ലായിടത്തും നല്ല പൂക്കളും നല്ല കളർഫുൾ ആയുള്ള എല്ലാ ചെടികളും ഒക്കെ ആയിട്ട് നല്ല ഒരു പ്ലസന്റ് എൻട്രിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കുട്ടികൾക്കായിട്ടുള്ള പാർക്കും അതേപോലെ തന്നെ ഡിഫറെന്റ് ആക്ടിവിറ്റീസും അവിടെ ഉണ്ട്. മിനിയേച്ചർ റെയിൽവേ എന്ന് പറയുന്നത് ഒരു ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ് ഈ പറയുന്ന പാർക്കിൽ. അപ്പം അതിൽ കയറാനായിട്ട് 11 മണി തൊട്ടിട്ടാണ് അത് ഓപ്പൺ ആവുക. അപ്പം നമുക്കിപ്പോൾ 10:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അരമണിക്കൂർ നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മിനിയേച്ചർ റെയിൽവേയിലും കൂടെ കയറി അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് പോവാം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അവിടേക്ക് ഒരു റിവർ പാസ് ചെയ്യുന്നത്. അത് ഏതാ ചേച്ചി ആ റിവർ? പോകുന്ന അവിടെ ഒരു റിവർ കാണുന്നേ, അവിടെ വെള്ളം അങ്ങ് കായല് പാർവതി പാർവതി പുത്തനാട് അല്ലേ? ശരി ശരി. അപ്പൊ ഈ കടലും കായലും കൂടെ ഒന്നിച്ച് വരുന്ന സ്ഥലം അത് നമുക്ക് നടന്നെത്തി കാണാൻ പറ്റുമോ? മഴ ഇല്ലാത്തോണ്ട് ആണോ? മഴ വന്ന് ശരിക്കും മഴ വരുമ്പോ തനിയെ അല്ലെങ്കിൽ ആരെങ്കിലും മുറിക്കണം. കായലും ശരി. ഇപ്പം ഉണങ്ങി കിടക്കുവാന്നല്ലേ അവിടെ എല്ലാം? ഇവിടെ എന്നാ ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് കാണാനുള്ളത്? കൊറേ പാർക്കുണ്ട്. ശംഖ്, ഇവിടെ ഒരു ശംഖ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ശംഖപ്പ്. അത് വേറെ ലൊക്കേഷനിലാണോ? അങ്ങോട്ട് പോകുമ്പോ ഈ നമുക്ക് ആ ട്രെയിനെ കയറി കഴിയുമ്പോ കാണാൻ പറ്റും ഇതെല്ലാം. ശരി ശരി ശരി. അപ്പൊ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കറങ്ങി അങ്ങ് പോണം. ഓക്കെ. അപ്പൊ താങ്ക് യു ചേച്ചി. നമുക്കൊന്ന് പോയി കാണട്ടെ. അപ്പോ നമുക്ക് ഇത് ഫുള്ള് ലൊക്കേഷനിൽ നമുക്ക് കറങ്ങി കാണാൻ മാത്രമുണ്ട്. ഈ ശംഖും അങ്ങനെ അവിടെയുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും ആ പോയിന്റിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കടന്നു ചെല്ലുന്നിടത്ത് ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഇവിടെ മെയിൻ ഒരു വ്യൂ പോയിന്റ് തന്നെയാണ്. കുറെ അധികം ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. വന്ന് സൈറ്റ് സീയിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ കാണാം. നല്ല വെയിലേറിയുള്ള സമയത്ത് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ചൂടിന്റെ കാഠിന്യം കുറച്ച് കൂടുതലാണ് ഇവിടെ. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഈ ഗാർഡനിനുള്ളിൽ തന്നെ ഇവര് ഭംഗിയായിട്ടുള്ള കുറച്ച് ഒരു തൂണ് പോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് അവർ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു അട്രാക്റ്റീവ് ആണ് കേട്ടോ. ഇങ്ങോട്ട് കടക്കാൻ പാടില്ല എന്ന് തോന്നുന്നു. അവര് കയർ വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അത് അവിടെ വെച്ചിരിക്കുന്നത്. അങ്ങോട്ട് നമുക്ക് നേരെ കാണാം. ഫ്ലോട്ടിംഗ് വില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് അതിന്റെ പേര് അല്ലേ? നമ്മൾ ഫ്ലോട്ടിംഗ് വില്ല എന്ന് പറയുന്ന മെയിൻ റെസ്റ്റോറന്റ് നമുക്ക് ഇവിടുന്ന് നേരെ നോക്കിയാൽ തന്നെ കാണാം. ഈ റിവർ ഇത് ചെറിയ നമ്മുടെ പറഞ്ഞ മിനിയേച്ചർ ട്രെയിൻ പോകാനായിട്ടുള്ള ഒരു റെയിൽവേ പാലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അതിലെ കൂടെ നടന്നു പോകുന്നേ. അപ്പോൾ ആക്ച്വലി ഇതിലെ കൂടെ നോ എൻട്രി എന്നവർ കാണിച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള ആ പാലം വരുന്നത് താഴേക്കാണ്. അവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. നേരെ മുന്നിലായിട്ട് അവർ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ഇവർ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ചെറിയൊരു നടുക്കൊരു ആർച്ചായിട്ട് നമുക്ക് ഉള്ളിൽ ഇവിടെ ഒരു എൻട്രൻസ് പോയിന്റിൽ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു പോയിന്റാണ്. നിൽക്കുന്നത് ഫ്ലോട്ട് വില്ല
ജലതരംഗം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇതൊക്കെ കാണുന്ന ഒരു സ്പോട്ടിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ തന്നെയാണ് ഈ ഫ്ലോട്ട് വില്ല. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് ഇത്. അതേപോലെ തന്നെ ഈ ജലതരംഗം ഫ്ലോട്ടിംഗ് വേദിക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും സ്റ്റേജ് പ്രോഗ്രാംസോ ഇവന്റ്സോ ഒക്കെ നടക്കുമ്പോൾ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്തുള്ള രീതിയിലാണ് ഇവരിവിടെ സ്റ്റേജ് അറേഞ്ച് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് വ്യൂവേഴ്സ് അല്ലെങ്കിൽ ഓഡിയൻസിന് ഇരിക്കാൻ വേണ്ടി ഇവിടെ ഒരു സ്റ്റെപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് അവിടുന്ന് പ്രോഗ്രാം വാച്ച് ചെയ്യാവുന്നതായിരിക്കും. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. വെള്ളത്തിൽ കായലിൽ പൊങ്ങി കിടക്കുന്ന ഈ ഒരു സ്റ്റേജ് അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ കുറേ അധികം ചിൽഡ്രൻസ് പാർക്കിൽ കുറേ ആക്ടിവിറ്റീസ്, സ്വിങ്ങും അതേപോലെ സ്ലൈഡും ഇരിക്കാനായിട്ടുള്ള ഷെയ്ഡിൽ ഇരിക്കാൻ പറ്റിയ കുറേ സീറ്റ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പം നമ്മൾ കാണുന്നത് കായലിൽ കൂടെ ഒരു സ്പീഡ് ബോട്ട് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ശാന്തമായി കിടക്കുന്ന നമ്മുടെ കായലിനെ കീറി മുറിച്ച് ചീറി പായുന്ന ആ സ്പീഡ് ബോട്ടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ മാത്രമല്ല അതിൽ കയറി എൻജോയ് ചെയ്യാനും നമുക്ക് അവസരമുണ്ട്. ഇപ്പം ഇതിന് ഏകദേശം റേറ്റ് ബോട്ട് സഫാരിക്ക് റേറ്റ് വരുന്നത് 10 പേരുടെ ഇതിന് 1200 രൂപയും അതേപോലെ തന്നെ 15 പേരുടേത് 1800 രൂപയാണ് ടിക്കറ്റ് വരിക. അപ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു ശാന്തമായി കിടക്കുന്ന കായലിൽ നമുക്കൊരു ബോട്ട് സഫാരി. പിന്നെ നമ്മളിപ്പോൾ കാണുന്ന പാലം നമ്മുടെ മിനി റെയിൽവേ ഇപ്പോൾ അവിടെ അത് പാർക്ക് ചെയ്തിട്ടുണ്ട്. 11 മണിക്കാണ് നമ്മൾക്കത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പോയിന്റിൽ നമുക്ക് ആ റെയിൽ പാസ് ചെയ്യുന്ന പാലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ആക്ച്വലി അങ്ങ് ദൂരെ നിന്നാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് വരുന്നതെന്ന് അവർ പറഞ്ഞത്. അവിടെ നിന്ന് കണ്ട് കറങ്ങി വരുമ്പോഴത്തേക്കുമാണ് നമുക്ക് ഈ പറയുന്ന കടലും കായലും കൂടെ ഒന്നിച്ച് ചേരുന്ന പോയിന്റ്, വേളിയിലെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ആ പോയിന്റ് നമുക്ക് കാണാൻ പറ്റുന്നു. കലയുടെ ആചാര്യനായ കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച പല ശില്പങ്ങളും നമുക്ക് ഇവിടെ കാണാം. കല്ലിൽ കൊത്തിയെടുത്ത ഈ ശില്പങ്ങളുടെ ഭംഗി അതിമനോഹരമാണ്. ഇനി നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും വേറെ പല ശില്പങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നമുക്കിവിടെ ഒരു കാളേനെയൊക്കെ കാണാം. ഈ റെയിൽവേ നമുക്ക് ആ ഒരു മിനിയേച്ചർ റെയിൽ ബോർഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് പോകുന്ന വഴിയിൽ നമുക്ക് ഈ സ്കൾപ്ചേഴ്സ് എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് കണ്ടു പോകാവുന്നതാണ്. ഇപ്പോൾ നടന്ന് ഇവിടെ എല്ലാം എത്തിയില്ലെങ്കിലും നമുക്ക് ആ വണ്ടി പോണ സമയത്ത് ട്രെയിൻ പോണ സമയത്ത് അതൊക്കെ കാണാൻ പറ്റുന്നതാണ്. ഓരോ പോയിന്റിലും നമുക്ക് എത്തുമ്പോൾ ആശ്ചര്യപരമായി എന്തെങ്കിലുമൊക്കെ കാണും കേട്ടോ. നമ്മൾ ഇതുവഴി പാസ് ചെയ്ത് പോയതാണ്, പക്ഷേ നമ്മളിത് ശ്രദ്ധിച്ചിട്ടില്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലേഡീനെ പുല്ലിലെ ആ ഒരു ഷേപ്പിൽ പണിത് വെച്ചിരിക്കുന്നതാണ്. ആ മണ്ണ് അതനുസരിച്ച് അറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പുല്ല് പിടിപ്പിച്ചേക്കുക. ഒരു ലേഡിയാണ്, ഒരു കിടക്കുന്ന ഒരു ലേഡിയുടെ ഒരു പിക്ചർ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരു ഡ്രോൺ ഷോട്ടിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ആക്ച്വലി ഞങ്ങളിങ്ങനെ നടന്നു പോയപ്പോൾ ഇത് കണ്ടില്ലായിരുന്നു. ഇപ്പോൾ ചേച്ചിമാർ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ലേഡിയുടെ സ്കൾപ്ചർ പോലെ ഇവിടെ പുല്ലിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ, വളരെ അട്രാക്റ്റീവാണ്. രണ്ട് കാലും പിന്നെ തല വരുന്നത് ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പം അങ്ങനെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു പോയിൻ്റാണ് ഇവിടെ ഉള്ളത്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും വെള്ളത്തിൽ 3-4 ശംഖുകൾ, നല്ല വലുപ്പമുള്ള ശംഖുകളും ഇവിടെ കാണാം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കാനായി കുഞ്ഞിരാമൻ സാറിൻ്റെ ക്രിയേഷൻസ് ആണെന്നാണ് പറഞ്ഞത്. വളരെ ഭംഗിയായിട്ടാണ് ഓരോന്നും അറേഞ്ച് ചെയ്തേക്കുന്നത്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. കലയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത സാറിൻ്റെ ശില്പങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടത് തന്നെയാണ് കേട്ടോ. നമ്മൾ കാത്തിരുന്ന നമ്മുടെ മിനിയേച്ചർ റെയിൽവേയിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം അവിടെ എൻട്രി ടിക്കറ്റ് 50 റുപ്പീസ് ആയിരുന്നു. അഡൽട്ട്സിന്, ചിൽഡ്രൻസിന് വരുന്നത് 30 രൂപയാണ്. അപ്പം വളരെ കുട്ടികൾക്കൊക്കെ വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും ഈ ഒരു മിനിയേച്ചർ റെയിൽവേ. ചെറിയൊരു സർക്കംഫറൻസിൽ വരുന്ന റെയിൽവേ പാത്തിക്കൂടെ നമ്മൾ ഈ ഒരു കൊച്ചു ട്രെയിന് ഓടിച്ച് നമ്മളങ്ങ് പോവുകയാണ്. അപ്പം ഈ ഒരു ഏരിയയിൽ, ഈ ഒരു പാർക്കിൽ വരുന്ന എല്ലാ സ്പോർട്സും നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ കണ്ടതിൽ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ പോലും നമുക്കത് കാണാൻ പറ്റും. വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നോക്കാം.
മിനിയേച്ചർ റെയിൽവേ നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങ് നമ്മുടെ 50 rupees പെർ ഹെഡ് വരുന്ന ടിക്കറ്റ് അവർ ക്രോസ് ചെക്ക് ചെയ്തിട്ട് കയറ്റി വിട്ടിട്ടാണ് ഇത് നമുക്ക് കയറാൻ പറ്റിയത്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ട്രെയിനിൻ്റെ ഫ്രണ്ട് ഭാഗം കർവൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കിട്ടാമല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മളൊരു ബാക്ക് സീറ്റ് തന്നെ പ്രിഫർ ചെയ്തത്. ചെറിയ ട്രെയിനിൻ്റെ കുറയിലൊക്കെ കേട്ട് നമുക്കിങ്ങനെ പോകുമ്പോഴത്തേക്കേ ഒരു നല്ലൊരു ഫീലുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം കണ്ട ഒരു പോയിന്റ് നമ്മുടെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ആ ഒരു ഏരിയയിലേക്കാണ് ഇത് പോകുന്നത്. നമ്മുടെ ഇത് കായൽ ഇവിടെ കാണാം. നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് ഈ ട്രെയിൻ ഇത് ചെറിയ ചെറിയ കുഞ്ഞു വഴിയായതുകൊണ്ട് വളവ് കയർവൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും പുറത്തെ സീറ്റിലാവുമ്പോൾ അതിൻ്റെ ഫ്രണ്ടൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കാണാം, നല്ല ഭംഗിയുണ്ട്. ഇതിപ്പോൾ ട്രെയിനെ കയറിയിരിക്കുന്നത് തന്നെയല്ല, ട്രെയിൻ പോകുന്നത് തന്നെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ വളരെ ആശ്ചര്യത്തോടെ തന്നെയാണ് നോക്കുന്നത്. നമ്മൾ കയറിയിട്ടില്ലാഞ്ഞ ആ ഒരു എൻട്രി റെസ്ട്രിക്റ്റഡ് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു പാലം ക്രോസ് ചെയ്തിട്ട് നമ്മളിപ്പം പോകുന്നത്. പാലത്തിൽ കൂടെ കയറുമ്പോഴത്തേക്കും ഒരു പ്രത്യേക സൗണ്ടും നല്ല ഒരു തണുപ്പും. ഇതാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കയറുന്നത് ഒരു വെറൈറ്റി ഫീലാണ് കേട്ടോ. ഫുള്ള് വെള്ളത്തിൽ നമ്മൾ ഒരേ സ്റ്റെപ്പ് എടുക്കുന്ന സമയത്ത് ചെറിയൊരു വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കുന്ന ഒരു ഫീലായിരിക്കും നമ്മൾ അതിൽ കയറുമ്പോൾ. നമ്മളെടുത്ത സീറ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഏറ്റവും ബാക്ക് സീറ്റിൽ നല്ല ഭംഗിയായി, നല്ല വ്യൂ. ഇപ്പം നമ്മൾ നേരെ പുറകോട്ട് നോക്കിയാലും അവിടെ നിന്നുള്ള ബാക്കിൽ നിന്നുള്ള വ്യൂവും നമുക്ക് ഫുള്ള് കാണാൻ പറ്റുന്ന ഒരു 360 ഡിഗ്രി വ്യൂ നമുക്ക് ഇവിടെ നിന്നെല്ലാം ഫുള്ള് കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തെ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ നമുക്ക് കയറി. നമ്മൾ 11 മണിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം 11:15 വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെയൊക്കെ നമുക്ക് എയർഫോഴ്സിൻ്റെ പണ്ടത്തെ ഒരു റിസംബ്ലൻസ് ഒക്കെ കാണിക്കുന്ന ഒരു ചെറിയ പ്ലെയിനൊക്കെ നമുക്ക് അവിടെ കാണാം. ഇതൊക്കെ നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഉള്ളിലേക്ക് നടന്നു വന്നിട്ട് കാണാവുന്നതാണ്. ഇവിടെയൊക്കെ കുറേ ചെറിയ ചെറിയ കടകളൊക്കെ പിള്ളേർക്ക് കളിക്കാനും അവരുടെ ഇൻട്രസ്റ്റിന് പറ്റിയ കുറേ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. നല്ല അധികം ഏരിയയിൽ കറങ്ങി കിടക്കുന്ന ഒരു, ഇവിടെ ഒരു ചെറിയ ഒരു സ്റ്റേഷൻ്റെ ഒരു റിസംബ്ലൻസിൽ ഇത് വേളി സ്റ്റേഷൻ എന്നൊക്കെ ഉള്ള ഇത് എഴുതി, ബോർഡ് എഴുതി അവരെ ഒരു പാസ്സൊക്കെ തന്ന് ഫ്ലാഗൊക്കെ പിടിച്ച ഒരു എൻട്രി പാസ്സൊക്കെ കൊടുത്തിട്ട് ഇടുന്ന ഒരു രീതിയിൽ നമുക്കിവിടെ കാണാൻ. അത് നല്ലൊരു രസമാണ് കേട്ടോ. തിരുവനന്തപുരത്തേക്ക് വന്നത് നമ്മളൊരു ട്രെയിനിലായിരുന്നു ഇങ്ങോട്ട് വരെ വന്നത്. അപ്പം അതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പം ചൂടൊക്കെ വെയിലൊക്കെ ആയി തുടങ്ങുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു ചൂടുണ്ട്. എന്നാലും ചെറിയ കാറ്റ് അടിക്കുന്നതുകൊണ്ട് അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ടും തോന്നുന്നില്ല. ഇതിപ്പോൾ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പല സ്കൾപ്ചേഴ്സ് അവിടെയും കാണാം. ഒരു ചെറിയ നല്ല 15 മിനിറ്റാണ് നമുക്കിവിടെ ഈ ജേർണി ഫുള്ള്, ഈ പാർക്ക് ഫുള്ളും കറങ്ങി കാണാനായിട്ടുള്ളത്. വേളി പാർക്ക് വില്ലേജ്, അങ്ങനെയാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് പാർക്കും വില്ലേജും ഒക്കെ ഇത് സെയിം തന്നെയാണ്. അപ്പോൾ ചെറിയ കാടൊക്കെ ആയിട്ട് വഴിയിലേക്ക് നടന്നതിലേക്കും 12 മീറ്റർ തുരങ്കം, 12 മീറ്ററോളം നീളം വരുന്ന ഒരു തുരങ്കമാണ് ഇത്. നല്ല രസമുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെ അപ്പം നമ്മളങ്ങനെ തുരങ്കത്തിൻ്റെ പുറത്തേക്ക് കിടന്നു. ടോട്ടൽ ലെങ്ത് 12 മീറ്റർ അവരവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് കേട്ടോ. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വലിയ ട്രെയിനിൽ കയറുമ്പോഴത്തേക്കും ഇതൊന്നും അത്ര ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യില്ല. പക്ഷെ ഇതിങ്ങനെ ചെറുതായിട്ട് അതിൻ്റെ ഒരു റിസംബ്ലൻസ് ഇവിടെ വരുമ്പോഴത്തേക്കും അതൊരു പ്രത്യേക ഫീലാണ്. സൈഡിൽ കായൽ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു ഏരിയയിൽ ഇപ്പം നമുക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഒരു അവിടെ ഭാഗം നമ്മളിങ്ങനെ റൗണ്ട് അടിച്ചിട്ട് തിരിച്ച് നമ്മുടെ പാലം
ക്രോസ് ചെയ്ത് ആ പാലത്തിൻ്റെ അങ്ങോട്ട് എത്തി. അതും കയറി മറ്റേ അവിടെ ഒരു സർക്കിൾ ഫോം ചെയ്ത് അവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തിരിച്ചെത്തുകയാണ്. നമ്മൾ ഇവിടെ ഒരു സർക്കിൾ കഴിഞ്ഞു. ഇവിടെ ഇപ്പം പലയിടത്തായിട്ട് നമുക്ക് എല്ലാം ഫുള്ള് മരങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ ഇവിടെ എല്ലാ ആൾക്കാർക്കും വന്ന് റെസ്റ്റ് ചെയ്ത് എൻജോയ് ചെയ്ത് ഇരിക്കാവുന്നതാണ്. നല്ല കാമായിട്ടുള്ള ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ നോക്കുമ്പോൾ ആ ട്രെയിനിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെ കറങ്ങി പോകുന്നത് ഒരു രസമാണ് അത് കാണാൻ. പലയിടത്തും നമ്മളെ ശരിക്കും റെയിൽവേ സ്റ്റേഷനിൽ കാണുന്ന പോലത്തെ ചെറിയ പോസ്റ്റുകളും ഇവിടെ കാണാൻ പറ്റും. വേളി കോഴിക്കര പോയ വഴി തന്നെ അപ്പൊ നമ്മൾ കറങ്ങി തിരിച്ചെത്തി. അപ്പം വേളി സ്റ്റേഷൻ, അതന്നെ മിനി വേളി സ്റ്റേഷൻ നമ്മൾ ക്രോസ് ചെയ്ത് നമ്മളിപ്പോൾ ആ കടകളൊക്കെ കണ്ട പോയിന്റിൽ തന്നെ തിരിച്ച് നമ്മൾ ഇനി ആ പറയുന്ന പാലം വെള്ളത്തിൽ കൂടെ കായലിൽ കൂടെ ക്രോസ് ചെയ്ത് അവരുണ്ടാക്കിയിരിക്കുന്ന ആ ഒരു റെയിൽവേ പാലം, മിനിയേച്ചർ പാലം ക്രോസ് ചെയ്ത് നമ്മളിനി അങ്ങോട്ട് പോകും. 15 മിനിറ്റ് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു 15 മിനിറ്റ് ഇത്രയും നേരം നമ്മളിങ്ങനെ ട്രെയിനിലിരിക്കുക, അത് കുറേ അധികം നേരമില്ലേ എന്നോർത്ത്. പക്ഷെ കയറി കഴിയുമ്പോഴത്തേക്ക് 15 മിനിറ്റ് ടൈം കടന്നു പോകുന്നത് അറിയുന്നില്ല. നല്ല രസമുണ്ട്. ചെറിയ പാളവും കുഞ്ഞു ട്രെയിനും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു പ്രത്യേക ഫീല്. ഇതാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആ ഒരു പ്ലെയിനിന്റെ മോഡലായിട്ട് അവരവിടെ വെച്ചിരിക്കുന്നത്. അല്ല, അപ്പം നമുക്കത് കുറച്ചുകൂടി അടുത്ത് കാണാം. ട്രെയിൻ നമ്മൾ ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ കുറച്ചുകൂടി അടുത്ത് പോയി കാണാം. അതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞങ്ങ് ചെല്ലുമ്പോഴത്തേക്കുമാണ് കടലും കായലും കൂടെ ജോയിൻ ചെയ്യുന്ന ആ പോയിന്റ്. അതൊക്കെ നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് പോയി കാണാം. ഇവിടെ കയറുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. ഈ കായലിൽ നിന്നുള്ള തണുത്ത കാറ്റും അടിച്ചിട്ടേ ഇപ്പോൾ ഇത്രയും നേരം ഉണ്ടായിരുന്ന ഒരു ചൂട് ഫീലിംഗ് അല്ല നമുക്കിപ്പോൾ. ഒരു തണുത്ത കാറ്റൊക്കെ കൂടെ ആയിട്ട് നല്ല രസമുണ്ട്. ചെയ്യാവുന്നതാണ്. അവിടെ ഫിഷ് സ്പാ ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടുപോയ ആ ഒരു അതൊരു ലേഡി, ഇങ്ങനെ ലേഡിയുടെ മുടിയാണ് കാണുന്നത്. അതിന്റെ ചെവിയുടെ പോർഷനിലാണ് അവിടെ ആ ഒരു ഹോള് കിടക്കുന്നത്. കണ്ണ്, വായും, മൂക്ക് അല്ല, അതൊരു ഒക്ടോപ്പസ് അല്ല, ഒരു ലേഡിയുടെ ഫേസാ. അതങ്ങനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, നമുക്കൊരു ഡബിൾ വിഷൻ കിട്ടുന്ന പല പിക്ചേഴ്സിലെ ആ ഒരു ഫീലിംഗ് ആണ് നമുക്കിവിടെ പല സ്കൾപ്ചേഴ്സും കാണുമ്പോൾ. അത്രയധികം ഒരു എന്താ പറയുന്നത്, ഡെഡിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ സ്കൾപ്ചേഴ്സാണ് നമുക്കിവിടെ കാണുന്നത്. ഇവിടെ ബീച്ചിൽ, ഇവിടെ ഈ കായലിൻ്റെ അരികിൽ വന്ന് ആ കാറ്റ്, തണുത്ത കാറ്റൊക്കെ അടിച്ച് എൻജോയ് ചെയ്ത് പല ഫാമിലീസും നമുക്ക് ഇവിടെ ഇരിക്കുന്നതാണ്. അപ്പം നമ്മൾ തിരിച്ച് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് തിരിച്ചെത്താൻ പോകും. നമ്മുടെ ട്രെയിന് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്കൾപ്ചർ നമ്മൾ കേട്ടിരുന്നത് ഇതിനെ പറ്റിയിട്ടാണ്. അപ്പം അതും ഇവിടെയുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ പല വളരെ അർത്ഥവത്തായ പല സ്കൾപ്ചേഴ്സും ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ തിരിച്ച് നമ്മുടെ വീട് വില്ലയിൽ എത്തി. അപ്പം ആക്ച്വലി ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് ടെർമിനേറ്റ് ചെയ്യുകയാണെന്ന്. പക്ഷെ ഇവിടുന്ന് നേരെ പോയി അടുത്ത ട്രാക്കിൽ കയറിയിട്ട് അവർ നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള കുറച്ച് കാര്യങ്ങൾ, ആ ശംഖും ഇവിടെയുള്ള നമ്മൾ ആദ്യം കണ്ടിരുന്ന സ്കൾപ്ചേഴ്സും ഒക്കെ കണ്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ നടക്കാനാണെന്നുണ്ടെങ്കിൽ ഒരെത്തും പിടിയും കിട്ടത്തില്ല. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, എവിടെ പോയി എൻഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ നടന്ന് കാണണമെന്നും നമുക്കൊരു ഐഡിയ ഉണ്ടാകത്തില്ല. പക്ഷേ നമ്മൾ ഈ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഫുൾ ഏരിയ കവർ ചെയ്യുന്നത് പോലെ തന്നെ അവർ നമ്മളെ ആ പാത്തിക്കൂടെ തന്നെ നമ്മളെ കൊണ്ടുപോയി ഫുൾ ഏരിയ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും പറ്റിയ രീതിയിൽ ചെറിയ ഒരു ബോട്ടിങ് പോലെ ഇവർ ഈ ചെറിയ കുളം പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നിടത്തുണ്ട്. ഇതാണ് നമ്മുടെ ആദ്യം കണ്ടിരുന്ന കുറച്ച് സ്കൾപ്ചേഴ്സ്. ഇവിടെ കാള, അവിടെ ആ രണ്ട് ലേഡിയുടെ ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ കണ്ട ആ ഒരു പുല്ലിൽ മെനഞ്ഞ ഒരു ലേഡി, അത് നമുക്ക് ഇവിടുന്ന് കാണാം.
ആക്ച്വലി ഓരോ പിക്ചർ നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നത്. അതേ പറ്റിയിട്ട് അറിയാവുന്നവർക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് അതേ പറ്റിയിട്ട് മനസ്സിലാവും. നമ്മൾ കണ്ട ആ ഒരു വലിയ ശംഖ് ഇവിടെയുണ്ട്. അത് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി വന്ന് വീണ് കരയിലേക്ക് കയറി അടിഞ്ഞിങ്ങനെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു പ്രസന്റേഷനാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ശംഖിലെ ഒരു ചെറിയൊരു വാതിൽ പോലെ എൻട്രൻസ് പോലെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടേക്കുള്ള എൻട്രി റെസ്ട്രിക്റ്റഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഹോളോ ആയിട്ട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഇത്. അതിൻ്റെ മുകളിലൊരു കൊക്കും ഇരിക്കുന്നുണ്ട്. ഭയങ്കര ഭംഗിയായിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ട്രെയിനിൽ പോയപ്പോൾ കണ്ട ഒരു സ്കൾപ്ചറാണ് നമ്മളിപ്പോൾ അടുത്ത് കാണുന്നത്. എംബ്രേസ് എന്ന് പറയുന്ന ഒരു പേരിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണുന്ന ഒരു സ്കൾപ്ചറാണിത്. നമുക്കിങ്ങനെ കായലിൻ്റെ സൈഡിൽ കൂടെ ബാൽക്കണിയൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സേഫായിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ കാറ്റൊക്കെ കൊണ്ട് അങ്ങ് അറ്റം വരെ നടക്കാവുന്നതാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഫ്ലോട്ടില്ല എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം കയറി വരുമ്പോൾ തന്നെ നല്ലൊരു പാലത്തിൽ കൂടെയാണ് ഇങ്ങോട്ട് നമുക്ക് വരുന്നത്. അപ്പം കുറച്ച് മുന്നേ ഒരു സ്പീഡ് ബോട്ട് പോയതിൻ്റെ ബാക്കിയായിട്ട് ഇവിടെ വെള്ളം മൊത്തം ആടി വലഞ്ഞിട്ട് ഇതും കിടന്ന് ആടുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ക്രോസ് ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണിത്. ഒരു കായലിൻ്റെ വ്യൂ കിട്ടുന്ന നല്ലൊരു പോയിന്റിൽ നമ്മൾ സീറ്റ് കിട്ടി. ഞങ്ങൾ സെറ്റിലായി. അപ്പം ഞങ്ങൾ 2 ഷേക്കൊക്കെ ഓർഡർ ചെയ്ത് ഇവിടെ കായലൊക്കെ കണ്ടു കുടിക്കാമെന്ന് ഓർത്ത് നേരെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ വേളി ബീച്ചും കടലും കായലും ഒന്നിക്കുന്ന പോയിന്റ് കാണാം. ഇപ്പോൾ അത് ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. അവിടെ ഒരു കാളയോ കുതിരയോ എന്തോ പോകുന്നുണ്ടല്ലോ, ഒരു ഡോങ്കി അതിലെ കൂടെ പോകണമെന്ന്. അതെന്തത്? നമുക്ക് അടുത്ത് നിന്ന് കണ്ടാൽ അത് എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. അവിടെ ഒരു മൃഗം അതിൽ കൂടെ അവർ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ വളരെ നല്ല ഒരു തണുത്ത കാറ്റൊക്കെ അടിക്കുന്ന നല്ലൊരു കൂൾ അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. റെസ്റ്റോറൻറ്റ് ഒരു വെള്ളത്തിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത് ഒരു പ്രത്യേക രസമുണ്ട്. ഇവിടെ പാർട്ടിയും അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ഇവരിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഫുള്ള് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തടിയും കൊണ്ടുള്ള ഒരു അറേഞ്ച്മെൻ്റാണ് ഫുള്ളും കാണുന്നത്. അവിടെ ആ കോർണറിൽ വാഷിംഗ് ഏരിയ ഉണ്ട്. അത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു തടിയും കൊണ്ട് തന്നെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭംഗിയായിട്ടുള്ള ഒരു സെപ്പറേഷൻ അവിടെ കാണാം. നല്ല ഫുള്ള് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഒരു നല്ല ഫീല്, നമുക്കൊരു ഹൗസ് ബോട്ടിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയാൽ നമുക്ക് കിട്ടുന്നത്. മൊത്തം ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ചില എന്താ പറയുക, നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന ഫീൽ. ആടുന്നൊന്നുമില്ല, പക്ഷേ മൊത്തത്തിൽ വെള്ളമൊക്കെ ആടുന്ന സമയത്ത് നമുക്കൊരു ഫീല് നമ്മളിങ്ങനെ ഫ്ലോട്ട് ചെയ്യുവാണോ എന്ന്. അങ്ങനെ നല്ല ഒരു ഭംഗിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പണ്ടത്തെ വീടുകളുടെ ഒരു ആംബിയൻസാണ് നമുക്ക് കാണുന്നത്. മുകളിലേക്ക് സ്റ്റെപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റെപ്പ് കയറി നോക്കാം മുകളിൽ എന്തോ ഉള്ളത്. ആക്റ്റീവായിട്ട് തോന്നുന്ന മുകളിലേക്കുള്ള സ്റ്റെയർസ് നമ്മൾ കയറി പോവുക. അപ്പോൾ ആക്ച്വലി അത് ക്ലോസ് ആയിരുന്നു. ചേച്ചി നമുക്ക് കൊണ്ട് സ്പെഷ്യലായിട്ട് ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് റിക്വസ്റ്റ് ചെയ്യുന്നവർക്ക് ഓപ്പൺ ചെയ്ത് മുകളിൽ പോയി കണ്ടിട്ട് വരാവുന്നതാണ്. മുകളിൽ ഇതേപോലെ തന്നെ നല്ലൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ടേബിളും ചെയർസും ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ്. എനിക്ക് ശരിക്കും ഒരു ഹൗസ് ബോട്ട് കയറിയ ഒരു ഫീലാണ് എനിക്ക് ഇവിടുന്ന് കിട്ടുന്നത്. നല്ല ഒരു ഹൈറ്റിൽ മുകളിൽ നിന്ന് കൂടെ നല്ലൊരു വ്യൂ, ഈ കായലും ദൂരെയുള്ള ആ ഒരു കടലും കായലും മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റും ഒക്കെ കാണാനായിട്ട് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ഈ സൈഡിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും ഇപ്പുറത്ത് ആ പറയുന്ന കായലിൻ്റെ ഏരിയയും ഒക്കെ കൂടെ നല്ല ഒരു ആംബിയൻസാണ്. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പറാണ് ലൊക്കേഷനാണ് കേട്ടോ ഇത്. ഫ്ലോട്ടില്ല എന്ന് പറയുന്ന പേരിൽ പറയുന്ന നല്ലൊരു കിടിലൻ ലൊക്കേഷനാണ്. ഫ്ലോട്ട് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ആഗ്രഹം സാധിച്ചു. അങ്ങനെ അപ്പ് സ്റ്റേഴ്സിലെ കിടിലൻ വ്യൂസൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് സ്റ്റേഴ്സ് ഇറങ്ങി നമ്മൾ ഷേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുക.
നമ്മൾ കയറി ഇറങ്ങിയ നമ്മുടെ കൊച്ചു ട്രെയിനാണ്, മിനിയേച്ചർ ട്രെയിനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ആദ്യം കയറിയ അത്രയല്ല, അതിപ്പം ഫില്ലായി. നമ്മൾ ട്രെയിൻ ഫുള്ള് ഇപ്പോൾ ആൾക്കാരായി. നമ്മൾ കയറിയ സമയത്ത് ജസ്റ്റ് ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റാർട്ട് ചെയ്തു, അതായത് ട്രെയിൻ ഓടി തുടങ്ങി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് നിറച്ച ആൾക്കാരില്ലായിരുന്നു. അപ്പോൾ ഇത് തിങ്ങിയ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ അടുത്തതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. അപ്പോൾ സാധാരണ പാർക്കുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന പോലത്തെ ഒരു എൻട്രി ആണ് ഇവരിവിടെ. ഒരു ക്രോസ് ആയിട്ടുള്ള ഒരു ഗേറ്റാണ്. അപ്പം നമ്മൾ പാലത്തിൽ കയറി തുടങ്ങി. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോൾ ഒരു ടക്ക് 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 ഫീലുണ്ട്. മൊത്തത്തിലേ ചെറിയൊരു ആട്ടം ഉണ്ട് കേട്ടോ. കാരണം ഇത് നല്ല വെയിറ്റ് വരുന്ന ഒരു ബോള്, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന എന്തോ ഒരു ബോൾ വെച്ചിട്ടാണ് ഇത്. നല്ല വെയിറ്റ് വരുന്ന ഒരു ബോള്, എന്ത് മെറ്റീരിയൽ എന്ന് എനിക്കറിയില്ല. അത് വെച്ചിട്ട് ഈ പാലം ഫുള്ള് പൊങ്ങിക്കിടക്കുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഈ വെള്ളം ഒലിയുന്ന സമയത്ത് ചെറിയൊരു ആട്ടം ഉണ്ടാവും ഈ ബ്രിഡ്ജിന്. അപ്പോൾ ഇത് സേഫ്റ്റിക്ക് ഒരു കുറവുമില്ല. നമുക്ക് സംഭവം നല്ല സ്ട്രോങ് ആണ്. നടന്നിരുന്നത് ഒരു പ്രത്യേക ഫീലുണ്ട് കേട്ടോ. ഇപ്പം വെയിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് വെയിലിൻ്റെ ചൂടുണ്ട്. കുറച്ച് ഈവനിങ് ടൈമൊക്കെയാണ് നമ്മളിവിടെ എത്തുന്നതെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. കടന്നു പോയ ചെറിയ പാളമാണ് നമുക്കിപ്പോൾ ഇവിടെ എൻ്റെ ഇടതുവശത്ത് കാണുന്നത്. അതേപോലെ തന്നെ വലതുവശത്ത് നമുക്ക് ആ കായലിൻ്റെ ഫുൾ വ്യൂ കാണാൻ പറ്റും. നമ്മൾ കയറിയ നമ്മുടെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് അവിടെ കാണാൻ നല്ല ഭംഗിയായിട്ട്. ഇവിടെ ഈ പച്ചപ്പിൻ്റെയും ആ കായലിൻ്റെ നടുക്ക് ആ റെസ്റ്റോറൻറ്റ് ഇങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട് ഒരു പ്രത്യേക രസമുണ്ട്. അപ്പം ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ ഇങ്ങനെ നടന്ന് പാലം ക്രോസ് ചെയ്ത് അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് നേരെ കാണുന്നത് കുറച്ച് ഐസ്ക്രീമിൻ്റെ ചെറിയ സ്റ്റോൾസും അതേപോലെ തന്നെ ഫിഷ് സ്പായ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റുമാണ് ഇവിടെ കാണുന്നത്. PT-32 ദീപക് എന്ന് പറയുന്ന എയർക്രാഫ്റ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു പ്രൈമറി ട്രെയിനർ എയർക്രാഫ്റ്റ് ആയിരുന്നു. ഒരു ട്രെയിനറിനും അതേപോലെ സ്റ്റുഡൻറ്റിനും ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് ഇതിൻ്റെ ഫ്രണ്ടിലുണ്ടാവും. ഒരു പാസഞ്ചറിനെയും ഇതിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇത് 1997 മാനുഫാക്ചർ ചെയ്ത് 2009 ഡീകമ്മീഷൻ ചെയ്ത ഒരു എയർക്രാഫ്റ്റാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് പല ഫേമസ് എയർക്രാഫ്റ്റിനെയും വളർത്തിയെടുത്ത ഒരു കൊച്ചു ട്രെയിനർ എയർക്രാഫ്റ്റാണ് ഇത്. അത്രയും പഴക്കമുള്ള ഈ ഒരു എയർക്രാഫ്റ്റ് ഇങ്ങനെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഈ ബീച്ചും കായലും കൂടെ ഒന്നിക്കുന്ന ആ ഒരു പോയിന്റിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഒരു ചെറിയ കടയുണ്ടായിരുന്നു. അപ്പം അവിടെ റിങ് എറിഞ്ഞിട്ട് നമുക്ക് വീഴുന്ന ഏതാണോ അത് നമുക്ക് സ്വന്തമായിട്ട് എടുക്കാം. വെറും 10 രൂപ മാത്രമായിരുന്നു ഇതിൻ്റെ ഫീ ഉണ്ടായിരുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരിടത്തും എത്തിയില്ല കേട്ടോ. അതും കയറിപ്പോയി. അങ്ങനെ ഒന്നുകൂടെ ഉണ്ടോ? അപ്പൊ 10 രൂപയ്ക്ക് അടുത്ത ട്രിപ്പ് ഉണ്ട്. അടുത്തൊരു ഇത് ഒന്ന് എറിഞ്ഞു നോക്കുന്നോ? നമുക്ക് സാൻഡപ്പ് ഒരു ട്രിപ്പ് ഒന്ന് എറിഞ്ഞു നോക്കട്ടെ. ഏത് വേണം? ഓഹോ, ടേബിളിൽ അത്യാവശ്യം എത്തിയിട്ടുണ്ട്. ഇനി ഒന്ന് കുറച്ചൊന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി ഒരെണ്ണം കൂടെ ബാലൻസ് ഉണ്ട്. അയ്യടാ, 3 ബോൾ തരും. ആ 10 ക്ലാസ് മണ്ണി പോയ 9 ക്ലാസ് ആണ് പോവുകയാണെങ്കിൽ 50 രൂപ തരും. മിനിമം 5 പോയ 10ന്റെ പ്രൈസ്. കളിക്കാൻ 20. മിനിമം 5 പോയ ഒരു ഫ്രൂട്ടി തരും. 9 പോയ 50 രൂപ തരും. 10 പോയ 100 രൂപ. കളിക്കാൻ 20. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമാണ്. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ് എല്ലാം എറിഞ്ഞു വീഴിക്കണം. നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. ഓ, മണ്ണില് പോണോ? ഓക്കെ, അയ്യടാ, അച്ചടാ.
ചാൻസ് 10 രൂപ ഒരു ഗെയിം കളിക്കാം. 6 വളയങ്ങൾ അറിയാൻ 10 രൂപ 10 രൂപ. ഓ ഇത് ഒന്നും പോയി വേണ്ട മതി ഇത് തന്നെയാണല്ലോ വീഴത്തില്ല. കൊള്ളണ്ടേ. ഓക്കെ എല്ലാ ഗെയിമും വിജയകരമായി തോറ്റിരിക്കുകയാണ്. തോറ്റ് തൊന്നം പാടി നമ്മൾ ഇവിടുന്ന് ഇവിടെ പറയുകയാണ്. അങ്ങനെ ഞങ്ങള് ഇവിടെ അടുത്ത് തന്നെ കാണുന്ന ആ ബീച്ചിലേക്ക് പൊക്കോണ്ടിരിക്കുക. പോകുന്ന വഴിക്ക് ഞങ്ങളൊരു കോളിഫ്ലവർ ബജ്ജി നല്ല സോസൊക്കെ കൂട്ടി തലമുറ കടിച്ച് തിന്നുകൊണ്ടിരിക്കുക. നല്ല ചൂടുണ്ട് കേട്ടോ. വരുമ്പം കഴിവതും നേരത്തെ തന്നെ വരണം. ഞങ്ങൾ വട്ടം ചുറ്റിയേ കുറേ കാക്കകൾ ഞങ്ങൾ ഈ ബജ്ജി പിടിച്ച് നടന്ന സമയത്ത് കുറേ കാക്കകൾ പറന്ന് കൊത്തി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടായിരുന്നു. കുറച്ച് റിസ്ക് കൂടിയിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ അതുങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്തേക്കാന്ന് വെച്ചു. നമ്മളിപ്പോൾ നടന്നെത്തിയിരിക്കുന്നത് ഈ പറയുന്ന കടലും കായലും ഒന്നിച്ച് ചേരുന്ന ആ ഒരു പോയിന്റിലാണ്. ഇപ്പം നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. വെള്ളം കുറവായതുകൊണ്ട് തന്നെ അവിടെ ഡ്രൈ ആയിട്ടിരിക്കുന്നത് നമുക്കിത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. കായൽ അങ്ങ് തീരുന്ന ആ ഒരു പോയിന്റ് കണ്ടോ, അവിടെ ഒന്ന് വേവി ആയിട്ട് അത് വന്നങ്ങ് തീരെയാണ്. അവിടുന്ന് നടുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും മണൽ കൊണ്ട് ഒരു ചെറിയ സെപ്പറേഷന് വരുന്നു. നമുക്ക് അത് കുറച്ചുകൂടെ അടുത്തേക്ക് പോയിട്ടൊന്ന് കാണാം. ഇവിടെ കുറേ കുതിര സവാരിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കുതിര സവാരിയൊക്കെ ചെയ്യാവുന്നതാണ്. നല്ല ചൂടും നല്ല വെയിലുമായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ മണലൊക്കെ നല്ല പൊള്ളുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോൾ പോലും ഈ എന്താ പറയുന്ന ചെരുപ്പിൻ്റെ ഇടയ്ക്കൂടെ ആ മണൽത്തരികൾ കയറിയിട്ട് അതിൻ്റെ ആ ചൂട് പൊള്ളൽ കാലിലേക്ക് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു ഡിസ്കംഫോർട്ട് ഉണ്ട് ശരിക്കും. കുറേ നമുക്ക് പിള്ളേർക്ക് പറ്റിയ ഇത് സാധനങ്ങളൊക്കെ ഇത് കാറ്റാടി പോലത്തെ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് ഇവിടെ. അതെ, നാരങ്ങ ഉപ്പിലിട്ട് മറ്റേ നെല്ലിക്ക ഉപ്പിലിട്ടതും പൈനാപ്പിൾ ഉപ്പിലിട്ടതും മാങ്ങയൊക്കെ നമുക്കിവിടെ ഉണ്ട്. ഐസ്ക്രീമുണ്ട്. അപ്പം കുറച്ചങ്ങോട്ട് മുന്നോട്ട് നടന്നു കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മൾ കടൽ ശരിക്കും അങ്ങ് കാണാൻ പറ്റുന്നത്. അയ്യോ നല്ല കിടിലൻ ലൊക്കേഷനാണ്. പക്ഷേ ഈ എരച്ചിൽ വന്നിട്ട് ആ കടലിൽ ചേർന്ന് വരുന്ന ആ പോയിന്റും ഫുള്ളും ഭയങ്കര മണൽ കലർന്നിട്ടുള്ള വെള്ളമാണ് കേട്ടോ വരുന്നത്. മണൽ മിക്സായിട്ട് കലങ്ങിയ ഒരു വെള്ളമാണ് നമുക്കിവിടെ കാണുന്നത്. വേളി ബീച്ചായിരിക്കണം ഇത് അല്ലേ? നമുക്കിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഈ കടലിൽ നിന്നൊരു ചെറിയ തണുത്ത കാറ്റും അടിക്കുന്നതുകൊണ്ട് നമുക്ക് ആ വെയിലിൻ്റെ കാടിനെ അത്രയ്ക്ക് അങ്ങ് ഫീൽ ചെയ്യുന്നില്ല. കുറച്ച് കുറവുണ്ട്. നല്ല ഒരു തണുത്ത കാറ്റ് കടലിൽ നിന്ന് നിറച്ച് വരുന്ന തണുത്ത കാറ്റും ഇവിടെ ഈ മണലിക്കോട് നടക്കുമ്പോഴത്തേക്ക് നല്ല രസമുണ്ട്. അപ്പം കായൽ എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കായലും കടൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നവർക്ക് കടലും ഒക്കെ കൂടെ ഒരുമിച്ച് ഒരേ സ്പോട്ട് കിട്ടുന്നതാണ് ഈ പറയുന്ന വേളിയുടെ ഈ വേളി വില്ലേജ് പാർക്ക് എന്ന് പറയുന്നത്. അപ്പം നല്ല ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ തന്നെ പുറത്തുനിന്ന് കുറേ ടൂറിസ്റ്റുകാരൊക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ച് പേരൊക്കെ അതിന് കായലിൽ സ്പീഡ് ബോട്ടിൽ പോകണ്ടായിരുന്നു. അപ്പം ബീച്ചിൽ വന്ന് എൻജോയ് ചെയ്യുന്നവർ വേറെയുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ബീച്ച് സൈഡിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ കൊട പോലെ അതിന് ചുറ്റും ചെയറൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫാമിലി ആയിട്ടോ ഇത് ഫ്രണ്ട്സായിട്ടോ വരുന്നവർക്ക് കൂടി ഇരുന്ന് സംസാരിക്കുകയോ എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ സ്പോട്ടാണ്. ബീച്ച് വോളിബോളോ അല്ലെങ്കിൽ കൈറ്റ് പറത്താനോ പിള്ളേരുടെ ഡിഫറെൻറ്റ് ഗെയിംസൊക്കെ കളിക്കാനോ ഒക്കെ നല്ല ഒരു വിശാലമായ ഏരിയയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വെള്ളം കലർന്നത് ചെളി കൊണ്ട് കലർന്ന് ഇത് എന്താ പറയുക മലിനമായി കിടക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഇല്ല. ഉണ്ടെങ്കിൽ ഈ മണൽ കൊണ്ട് കലങ്ങി കിടക്കുന്ന വെള്ളം അല്ലാതെ ഈ ചെളി അതായത് മാലിന്യം അടങ്ങിയിട്ട് ഉള്ള ഒരു ഏരിയ എനിക്കിവിടെ കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അതൊരു നല്ല ഒരു പോസിറ്റീവ് പോയിന്റ് തന്നെയാണ്. അപ്പോൾ ഇറങ്ങാൻ പറ്റുന്നതാണ്. പക്ഷേ കടൽ എത്രമാത്രം ക്ഷോഭിച്ചാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ഒത്തിരി ഡീപ്പായിട്ടൊന്നും ഇറങ്ങി പോവാതിരിക്കുക. മഴയും നല്ല വെള്ളമുള്ള ഒരു സമയത്ത് ഈ പറയുന്ന സെപ്പറേഷൻ കടലും കായലും തമ്മിലുള്ള ഈ സെപ്പറേഷൻ കാണാൻ പറ്റത്തില്ലാത്ത പോലെ വെള്ളം കവർ ചെയ്തിരിക്കുമായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഇങ്ങോട്ടൊന്നും ഇറങ്ങാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഈ ജാനുവരി മാസമാണ് ഞങ്ങളിവിടെ എത്തിയേക്കുന്നത്. ഈ ഒരു സമയത്ത് എത്തുമ്പോൾ നമുക്കിവിടെ വന്ന് നടന്ന് ഈ ഒരു ഫുൾ ഏരിയ ഒക്കെ കാണാനൊക്കെ പറ്റും. അപ്പം അങ്ങനെ
വേളി പാർക്ക് വില്ലേജിൻ്റെ വിശേഷങ്ങളൊക്കെ ഇവിടെ തീരുകയാണ്. ഞങ്ങൾ ബീച്ചിൽ നമ്മുടെ നടത്തം അവസാനിച്ച് ബീച്ചിനോടും വേളി പാർക്കിനോടും യാത്ര പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് സൈൻ ഓഫ് ചെയ്യുന്നു. അപ്പോൾ ഇനി ഇതേപോലെ നല്ല നല്ല സ്പോട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണുന്നതോടെ വരെ ജസ്റ്റ് സൈനിങ് ഓഫ്. ബൈ ബൈ.